ഉപേക്ഷിക്കപ്പെട്ട തെക്കേക്കാട് പടന്നാക്കടപ്പുറം തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. പദ്ധതി ഉപേക്ഷിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും ഈ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 3/4 ഭാഗവും പൂർത്തിയാക്കിയ പദ്ധതിയാണ് പാതയിൽ ഉപേക്ഷിക്കപ്പെട്ടത്. അയൽപ്രദേശമായ മാടക്കാലിലെ തൂക്കുപാലം ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 58 ദിവസത്തിനുള്ളിൽ തകർന്നു വീണതോടെയാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഈ പാലത്തിന്റെ നിർമ്മാണവും നിർത്തിവെച്ചത്. പാലം ഉപേക്ഷിച്ചെങ്കിലും ഇതിനായി എത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ കായലിലും കരയിലുമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് യാത്രക്കാർ ഇന്നും ദുരിതയാത്ര തുടരുന്നു. മാടക്കാൽ തൂക്കുപാലം എന്നാണോ തകർന്നു വീണത്, അതിനുശേഷമാണ് ഈ പ്രവൃത്തിയും ഇവിടെ നിർത്തിവെച്ചത്. അതിനപ്പുറമായിട്ട് പിന്നീട് ഒരു നിർമ്മാണ പ്രവൃത്തിയും ഇവിടെ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു റോഡ് പാലം പ്രാവർത്തികമാക്കിയാൽ നമുക്ക് വലിയറുമ്പ് പഞ്ചായത്തും പടന്ന പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാകും. പക്ഷേ ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. റോഡ് പാലം വരുമ്പോൾ അത് കണക്ക് തന്നെ ഇവിടെ ഒരു മടപ്പുരയുണ്ട്. ഈ മടപ്പുരയും ഇതെല്ലാം ഏത് രീതിയിലാകുമെന്ന്, എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് ഒന്ന് സർക്കാരും അതുപോലെ തന്നെ പ്രാദേശിക ജനങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. തൂക്കുപാലത്തിന് ബദലായി റോഡ് പാലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം വന്നെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. നശിച്ചുപോകുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യണമെന്നും പ്രഖ്യാപിച്ച റോഡ് പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.